4 പതിറ്റാണ്ടോളം നീണ്ട തൃക്കുന്നത്ത് സെമിനാരി തർക്കം അടുത്തൊന്നും ഒത്തുതീരാനുള്ള സാധ്യതയില്ലെന്നതിന്റെ സൂചനയാണ് പുതിയ സംഭവവികാസങ്ങൾ. സെമിനാരിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വ്യക്തമായ രേഖകളുണ്ടെന്ന് ഇരുവിഭാഗവും ആവർത്തിക്കുന്നു. സർക്കാരിന്റെയും പോലീസിന്റെയും അറിവോടെയുള്ള അക്രമമാണ് യാക്കോബായ വിഭാഗം തൃക്കുന്നത്ത് നടത്തിയതെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. ഇനിയൊരു മധ്യസ്ഥ ശ്രമത്തിന് ഇല്ലെന്നും ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കലർത്തി കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരെ അവരെ പല വിധത്തിലെ അർഹതയില്ലാത്ത അവകാശം നേടുന്നു എന്നുള്ള വിലയിരുത്തലാണ് എന്റേത്. ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ പരാതി. സർക്കാർ നിലപാട് സഭയ്ക്കെതിരാണ്. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ലെന്ന് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. ഒരു മധ്യസ്ഥതയ്ക്ക് വിട്ടിട്ട് ആരുടെ പക്ഷത്താണ് വിട്ടുവീഴ്ച ആവശ്യമെന്ന് ഞങ്ങളുടെ പക്ഷത്തു നിന്നാണ് എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ വയ്യാത്തവരായതുകൊണ്ടല്ല. പള്ളി തർക്കങ്ങൾ ഒത്തുതീരാത്തതിൽ ഇരുവിഭാഗവും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പള്ളി തർക്കങ്ങൾ UDF തലവേദനയാകും. മീഡിയ 1 കൊച്ചി.